മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. നാമഹേതുക തിരുനാൾ ആഘോഷിച്ചു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവായുടെ നാമഹേതുക തിരുനാൾ ആഘോഷിച്ചു. നാമഹേതുക തിരുനാളോടനുബന്ധിച്ച് 2025 ജനുവരി 2 തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിൽ കത്തീഡ്രലിൽ കാതോലിക്ക ബാവായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. സഭയിലെ മറ്റു പിതാക്കന്മാരും വൈദികരും സഹകാർമ്മികരായിരുന്നു. നമ്മുടെ സഭയുടെ തിരുസഭയുടെ പ്രബോധന ശുശ്രൂഷയിലും സാക്ഷ്യ ശുശ്രൂഷയിലും അതുല്യമായ ഒരോർമ്മ നമുക്ക് സമ്മാനിച്ച് വിശുദ്ധനായ മോർ ബെസേലിയോസ് എന്ന സഭാ ശ്രേഷ്ഠൻ പാഠം നൽകി, പ്രബോധനം നൽകി, ജീവിതത്തിൻ്റെ സാക്ഷ്യം നൽകി, സത്യവിശ്വാസത്തിൽ നമ്മെ സ്ഥിരീകരിച്ച മഹാപുരോഹിതൻ. ആ വലിയ പിതാവിൻ്റെ അനുഗ്രഹീതമായ നാമം മലങ്കരയിലെ അപ്പസ്തോലിക സഭകളുടെ അധ്യക്ഷന്മാർ ബെസേലിയോസ് എന്ന നാമധേയ സ്വീകരണത്തിലൂടെ വീണ്ടും അനുസ്മരിക്കുമ്പോൾ ഇന്ന് വിശുദ്ധ ബെസേലിയോസിൻ്റെ തിരുനാൾ നമ്മുടെ സഭയിൽ ആഘോഷിക്കുന്നു. അതിന് പ്രാർത്ഥിക്കുവാൻ, വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുവാൻ, എന്നെ അനുഗ്രഹിക്കുവാനും എന്നെ ബലപ്പെടുത്തുവാനും നിങ്ങളെല്ലാവരും സന്നിഹിതരായതിൽ പ്രത്യേകമായ നന്ദി ഞാൻ എല്ലാവരോടും അറിയിക്കട്ടെ. നവാഭിഷിക്തനായ അഭിവന്യ കർദിനാൾമാർ ജോർജ് ജേക്കബ് കൂവക്കാട് പിതാവിന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ജനുവരി 2 സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിൽ കത്തീഡ്രലിൽ വെച്ച് സ്വീകരണം നൽകി. കാതോലിക്ക ബാവ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആദരവുകൾ അർപ്പിച്ച് സംസാരിച്ചു. നാമഹേതുക തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് മുഖ്യാതിഥിയായി കൂടിയെത്തിയ അഭിവന്യ കർദിനാൾമാർ ജോർജ് ജേക്കബ് കൂവക്കാട് പിതാവ് വിശുദ്ധ കുർബാന മധ്യേ വചന സന്ദേശം നൽകുകയും ചെയ്തു. നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് ബാവ തിരുമേനി ആധോനിക ബെസേലിയോസ് ആണ്. സഭയുടെ അകത്തും പുറത്തും അദ്ദേഹത്തിൻ്റെ ധീരശബ്ദം മുഴങ്ങുമ്പോൾ വിശ്വാസ, ധാർമ്മിക, സാമൂഹിക വിഷയങ്ങളിൽ ധീരവും ഉറച്ചതുമായ നിലപാടുകളുമായി അദ്ദേഹം പാറ പോലെ നിലകൊള്ളുമ്പോൾ, സഭയുടെ കരുണയുടെ മുഖം അദ്ദേഹത്തിലൂടെ പ്രകാശിതമാകുമ്പോൾ മഹാമൽപ്പാനായ മാർ ബെസേലിയോസിൻ്റെ ചൈതന്യം നമുക്ക് അദ്ദേഹത്തിൽ ദർശിക്കുവാൻ കഴിയും. പ്രിയങ്കരനായ പിതാവേ, സഭയ്ക്ക് സുഹൃതമായി ലഭിച്ച അങ്ങാകുന്ന മഹാദാനത്തെ ഓർത്ത് ഞങ്ങൾ ഇന്നേ ദിവസം ദൈവത്തിന് നന്ദി പറയുന്നു. വിശുദ്ധ ബെസേലിയോസിൻ്റെ പുണ്യജീവിത പാതയിൽ ദൈവം ഇദ്ദേഹത്തെ കൈപിടിച്ച് നടത്തട്ടെ എന്ന് ഈ തിരുക്കർമ്മങ്ങളിൽ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അന്നേ ദിവസം വൈകിട്ട് പട്ടം തിരുസന്നിധിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കാതോലിക്ക ബാവായ്ക്ക് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. കേരളത്തിലെ മറ്റു മന്ത്രിമാരും വിവിധ മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റു വിശിഷ്ടാതിഥികളും ചടങ്ങിൽ സംബന്ധിച്ചു. ജൂബിലി വർഷത്തിന് തിരിതെളിയിച്ച് കാതോലിക്ക ബാവ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ 2025 വർഷം ആഗോള കത്തോലിക്ക സഭ ജൂബിലി വർഷമായി ആചരിക്കുന്ന വേളയിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ ജൂബിലിയുടെ തിരിതെളിയിച്ച് മോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ആഗോള സഭയിൽ 2025 ഡിസംബറിൽ ആരംഭിച്ച് 2026 ജനുവരി 6 ജൂബിലി വർഷം അവസാനിക്കും. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ 25 വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന വിശുദ്ധ കവാടം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തുറന്നതോടെയാണ് ജൂബിലി വർഷാചരണത്തിന് തുടക്കമായത്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന് തിരുവെഴുത്ത് വഴി പ്രഖ്യാപിച്ച ജൂബിലിയുടെ മുഖ്യ പ്രമേയം പ്രതീക്ഷയുടെ തീർത്ഥാടകർ എന്നാണ്. മലങ്കര മൊബൈൽ ആപ്ലിക്കേഷൻ സഭാമക്കൾക്ക് സമർപ്പിച്ച് കാതോലിക്ക ബാവ.
മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷനായ മലങ്കരയുടെ ഉദ്ഘാടന കർമ്മം മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ ജനുവരി 2 പട്ടം സെന്റ് മേരി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നിർവഹിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ കിഴക്കേതിൽ, ഫാദർ ഷീൻ തങ്കാലയം എന്നിവരുടെ നേതൃത്വത്തിലുള്ള മലങ്കര ലൈബ്രറി ടീം അംഗങ്ങളായ ജോബിൻ ഡാനിയൽ, ജിതിൻ ഷാജി, എബി ഇ മാത്യൂസ് എന്നിവരാണ് ഈ ആപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ജോർജ് തോമസ് കോച്ചേരിയുടെ നേതൃത്വത്തിലുള്ള ഗ്ലോബോ സോഫ്റ്റ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡാണ് ഈ ആപ്പ് ഡെവലപ്പ് ചെയ്തത്. യാമപ്രാർത്ഥനകൾ, വേദവായനകൾ, ബൈബിൾ, സൺഡേ സ്കൂൾ പുസ്തകം, സഭാചരിത്രം, വിശുദ്ധരുടെ ജീവചരിത്രം, സഭാവാർത്തകൾ, മലങ്കര കാത്തലിക് TV ഇവയെല്ലാം മലങ്കര ആപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മലങ്കര മാപ്പ് വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലുള്ള മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ ഭദ്രാസനവും വൈദിക ജില്ലയും തിരിച്ചുള്ള ഇടവക പള്ളികളുടെയും മിഷൻ കേന്ദ്രങ്ങളുടെയും റൂട്ട് മാപ്പിന്റെ വെബ്സൈറ്റ് ജനുവരി 2 പട്ടം സെന്റ് മേരി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. തിരുവല്ലാതി ഭദ്രാസനത്തിലെ ചുങ്കപ്പാറ ഇടവക അംഗമായ ആഞ്ചലോ ജോൺസ് ആലുമൂട്ടിൽ 5 വർഷം കൊണ്ടാണ് വെബ്സൈറ്റ് തയ്യാറാക്കിയത്. പ്രകാശനം ചെയ്തു. ബദനി മിശിഹാനുകരണ സന്യാസ സമൂഹം തിരുവനന്തപുരം നവജീവൻ പ്രൊവിൻസിലെ ഫാദർ ഡോക്ടർ ജോൺ പാലവളയിൽ OIC തയ്യാറാക്കിയ ഇന്റർഡിപെൻഡൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റോളജിക്കൽ, എക്ലിയോസിയോളജിക്കൽ ആൻഡ് മിസിയോളജിക്കൽ വിഷൻ ഓഫ് മാർ ഇവാനിയോസ് എന്ന പുസ്തകം ജനുവരി 2 പട്ടം സെന്റ് മേരി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ പ്രകാശനം ചെയ്തു. വൈദിക പട്ടം സ്വീകരിച്ചു. ബത്തേരി ഭദ്രാസനത്തിന് വേണ്ടി ഡീക്കന്മാരായ ചാക്കോ മാടവന, ജോൺ കവിയിൽ, ജിൻഡോ ജോർജ് പുതുവേലിൽ PSDP എന്നിവർ ജനുവരി 4 സുൽത്താൻ ബത്തേരി സെന്റ് തോമസ് കത്തീഡ്രലിൽ വെച്ച് അഭിവന്യ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്തായിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു. ബദനി മിശിഹാനുകരണ സന്യാസ സമൂഹം കോട്ടയം നവജ്യോതി പ്രൊവിൻസിലെ ഡീക്കന്മാരായ ലിൻസൺ മാത്യു വെള്ളാംകുഴിയിൽ OIC, വർഗീസ് മുണ്ടമറ്റം OIC, ജിബിൻ സക്കറിയ പമ്പൂരേത്ത് OIC എന്നിവർ ജനുവരി 4 കോട്ടയം ഗിരിദീപത്തിൽ വെച്ച് അഭിവന്യ മാത്യൂസ് മാർ പക്കോമിയൂസ് മെത്രാപ്പൊലിത്തായിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു. അഭിവന്യ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലിത്തൻ ആർച്ച് ബിഷപ്പ് സന്നിഹിതനായിരുന്നു. കൂദാശ നടത്തപ്പെട്ടു. മാർത്താണ്ഡം ഭദ്രാസനത്തിലെ കോയിക്കൽ തോപ്പ് സെന്റ് തോമസ് ദേവാലയത്തിന്റെ കൂദാശ 2024 ഡിസംബർ 29 മാർത്താണ്ഡം ഭദ്രാസനാധ്യക്ഷൻ അഭിവന്യ വിൻസൻ മാർ പൗലോസ് മെത്രാപ്പൊലിത്തായുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ടു. ക്രമീകരണങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജോസ് നേതൃത്വം നൽകി. നിര്യാതയായി. മേരി മക്കൾ സന്യാസിനി സമൂഹം മാർത്താണ്ഡം സെന്റ് ജോസഫ് പ്രൊവിൻസ് അംഗമായ സിസ്റ്റർ നിർമ്മല DM 2024 ഡിസംബർ 31 നിര്യാതയായി. 92 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷ ജനുവരി 3 മാർത്താണ്ഡം ഭദ്രാസനാധ്യക്ഷൻ അഭിവന്യ വിൻസൻ മാർ പൗലോസ് മെത്രാപ്പൊലിത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിലും അഭിവന്യ യൂഹാനൻ മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലിത്തായുടെ സഹകാർമ്മികത്വത്തിലും മാർത്താണ്ഡം പ്രൊവിൻഷ്യൽ ഹൗസ് സെമിത്തേരിയിൽ വെച്ച് നടത്തപ്പെട്ടു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.